KSEB വീണ്ടും ചാർജ് വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ജനങ്ങൾക്ക് വലിയ ഇരുട്ടടിയാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ മറ്റൊരു കാര്യം ആദ്യം പറയാം. KSEBയുടെ കാര്യം തന്നെയാണ്. ഓർക്കുന്നില്ലേ, നമ്മൾ കുറച്ച് നാൾ മുമ്പ് 5-6 മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തു. KSEBയിൽ നടക്കുന്ന കൊള്ള എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത്. കൊള്ള എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കൊള്ളയടിക്കുന്നു എന്ന തരത്തിലാണ് നമ്മൾ ചെയ്തത്. വലിയ ആക്ഷേപമുണ്ടായി. KSEB വല്ലാതെ പ്രതിഷേധിച്ചു. എല്ലാ പത്രങ്ങളിലും ചാനലുകളിലും നമുക്കെതിരെ വാർത്ത കൊടുത്തു. KSEBയുടെ പേജിൽ, വെബ്സൈറ്റിലൊക്കെ നമുക്കെതിരെ വിശദീകരണങ്ങൾ എഴുതിയുണ്ടാക്കി. അക്കമിട്ട് നിരത്തി നമ്മുടെ ആരോപണങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞു എന്ന് വരുത്തി എന്നേ പറയുള്ളൂ. കാരണം ഒരു ആരോപണത്തിന് മറുപടി പറഞ്ഞില്ല. ഒന്നല്ല, 2 ആരോപണങ്ങൾക്ക്. ഒന്ന്, KSEBയിൽ 10ാം ക്ലാസ് പാസ്സാവാത്ത ആളുകൾ 1 ലക്ഷത്തിന് മേളിൽ ശമ്പളം വാങ്ങുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തത്, സർക്കാരിൻ്റെ അനുമതി കിട്ടുന്നതിന് മുമ്പ് KSEB തന്നെ അവരുടെ ശമ്പള പരിഷ്കരണം നടപ്പാക്കി, എന്നിട്ട് പിന്നീട് കുറേ കാലം കഴിഞ്ഞ് സർക്കാരിൻ്റെ അപ്രൂവൽ മേടിക്കുകയായിരുന്നു എന്ന്. സാധാരണ അങ്ങനെയല്ല, തിരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ KSEB സ്വന്തം നിലയ്ക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. ഈ 2 കാര്യങ്ങൾക്ക് മാത്രം അന്ന് KSEB മറുപടി പറഞ്ഞില്ല. നമുക്കെതിരെ 1 കോടി രൂപ ആവശ്യപ്പെട്ട് ലീഗൽ നോട്ടീസ് അയച്ചു. അതെ, നമുക്ക് 2 നോട്ടീസ് വന്നു. 2 പേർക്കും നോട്ടീസ് വന്നു. 1 കോടി രൂപ നമ്മൾ 10 ദിവസവും ഇത് പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ല എങ്കിൽ നമ്മളെ 1 കോടി രൂപയ്ക്ക് സ്യൂ ചെയ്യുമെന്നാണ് പറഞ്ഞത്. നമ്മളതിന് മറുപടി പോലും കൊടുത്തില്ല. KSEB അത് പ്രൊസീഡ് ചെയ്തില്ല. കാരണം ഒരു പൊതുമേഖലാ സ്ഥാപനം അവർക്ക് നേരെയുള്ള വിമർശനങ്ങളെ പ്രതിരോധിക്കണം. പക്ഷേ അനാവശ്യമായി ഇപ്പോൾ 1 കോടി രൂപ വേണമെങ്കിൽ 10 ലക്ഷം രൂപ കെട്ടിവെക്കണം KSEB. അതിന് സർക്കാരിൻ്റെ അനുമതി, ചിലപ്പോൾ KSEBക്ക് സർക്കാരിൻ്റെ അനുമതി വേണ്ടായിരിക്കാം. അതിനവർ തയ്യാറായില്ല. അതിൽ നമുക്ക് നന്ദിയുണ്ട്. കാരണം ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊതുമേഖലാ സ്ഥാപനം മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കാണുകയാണ് വേണ്ടത്. പിന്നെ അവരെ മനഃപൂർവ്വം ഡിഫെയിം ചെയ്യാൻ ശ്രമിച്ചാൽ, അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ നിയമപരമായി നീങ്ങാം. പക്ഷേ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ജനങ്ങളുടെ പക്ഷത്ത് നിന്നാണ് പറഞ്ഞത്. അതിന് താഴെ KSEB ഈ നമുക്കെതിരെ ലീഗൽ നോട്ടീസ് അയക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് താഴെ ജനങ്ങൾ വന്ന് അതിശക്തമായി പ്രതിഷേധിച്ചു. നമ്മൾ ആലോചിച്ചത് KSEB നമ്മളെ സ്യൂ ചെയ്താൽ, കേസ് കൊടുത്താൽ നമ്മളെ കേസ് നടത്തും. നമ്മുടെ പക്കൽ നമ്മൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ തെളിയിക്കാനുള്ള രേഖകളുണ്ട്, പത്രവാർത്തകളുണ്ട്. മുൻകാലങ്ങളിൽ നമ്മളെക്കാൾ ഗുരുതരമായി KSEBക്കെതിരെ ഈ നാട്ടിലെ പ്രമുഖ പത്രങ്ങൾ, മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ കൊണ്ടുവന്ന വാർത്തകളുടെ മുഴുവൻ കട്ടിങ്ങൾ നമ്മൾ എടുത്തു വെച്ചു. KSEB ഒന്നുപോലും നിഷേധിച്ചിട്ടില്ല. വിവരാവകാശ പ്രകാരവും ഒരുപാട് ഡോക്യുമെൻറ്റ്സ് നമ്മൾ എടുത്തു വെച്ചു. നമ്മളെന്ന് ആലോചിച്ചത് ഇത് നമ്മൾ നേരിടും. വേണ്ടി വന്നാൽ നമ്മൾ 1 കോടി രൂപയല്ലേ ഈ നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് 1 രൂപ വീതം സംഭാവന സ്വീകരിച്ചുകൊണ്ടാണെങ്കിലും നമ്മൾ ആ കേസ് നടത്തും എന്ന് നമ്മൾ തീരുമാനിച്ചു. കേസിൻ്റെ ഓരോ അവധിക്കും കോടതിയിൽ എന്താണ് നടന്നതെന്നുള്ള വാർത്തയാക്കുക എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചിരുന്നു. പക്ഷേ അതിലേക്കൊന്നും പോകേണ്ടി വന്നില്ല. KSEB വളരെ മാന്യമായ രീതിയിലാണ് KSEB നോട്ടീസ് അയച്ചു. അതൊക്കെ അവരുടെ ഭാഗം വിശദമാക്കുക. പിന്നീട് അത് പോകാതിരുന്നത് ഉന്നതമായ ജനാധിപത്യ മൂലം KSEB ഉയർത്തിപ്പിടിച്ചതാണ് എന്ന് തന്നെ നമ്മൾ അംഗീകരിക്കുന്നു. അതിന് നമുക്ക് KSEBയോട് നന്ദിയുണ്ട്. അതാണ് ഒരു ജനാധിപത്യ മാതൃക. വിമർശിക്കാൻ അധികാരമുണ്ട്. നമ്മളെ സംബന്ധിച്ച് KSEB പൂട്ടിക്കെട്ടണമെന്ന് നമുക്ക് ആവശ്യമില്ല. ജനങ്ങളെ ദ്രോഹിക്കാതിരിക്കുക, ജനങ്ങൾക്ക് നല്ല സർവീസ് കൊടുക്കുക, ഇതൊക്കെ തന്നെയാണ്. അതോടൊപ്പം തന്നെ KSEBയിലെ ജീവനക്കാരെ സംബന്ധിച്ച് അവിടെ രാപ്പകൽ പണിയെടുക്കുന്ന ജീവനക്കാരുണ്ട്. എന്നോട് KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ഒരു നേതാവ് എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിധവകൾ ജോലി ചെയ്യുന്ന സ്ഥാപനം KSEB ആണ് എന്ന് പറഞ്ഞാൽ KSEBയിൽ നമുക്ക് വേണ്ടി രാവും പകലും നോക്കാതെ, മഴയും മിന്നലും നോക്കാതെ പണിയെടുക്കുന്ന തൊഴിലാളികളുണ്ട്. അവർ വൈദ്യുതി ലൈനിൽ കയറും, ചിലപ്പോൾ ഷോക്കേറ്റ് മരിക്കും. അങ്ങനെ മരിക്കുന്ന ആളുകളെക്കുറിച്ച് എവിടെയെങ്കിലും പത്രത്തിൽ ഒരു ചെറിയ കോളം വാർത്ത വരും. പക്ഷേ പിന്നീട് അവരുടെ കുടുംബം അങ്ങനെ ജീവിക്കുന്നു എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇത്രയും കൂടുതൽ കേരളത്തിലെ പോലീസുകാർ ഇത്രയും കൊല്ലപ്പെടുന്നില്ല. കേരളത്തിലെ സർക്കാർ മേഖലയിൽ പണിയെടുക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ജോലിയുടെ ഭാഗമായി മരിക്കുന്നത് KSEBയുടെ ജീവനക്കാരാണ്. ഒരു തർക്കവുമില്ല. മഴയത്ത് അവരെ നിസ്വാർത്ഥമായി ജോലിയെടുക്കുന്ന ആയിരക്കണക്കിന് ജീവനക്കാർ KSEBക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പണിയെടുക്കുന്ന ആളുകളുടെ ഭാര്യമാർക്ക് KSEBയിൽ ജോലിയുണ്ട്. അതായത് മറ്റൊരു സ്ഥാപനത്തിലും ഇത്രയേറെ വിധവകളില്ല. കാരണം അത്രയേറെ ആളുകളാണ് KSEBയുടെ ജീവനക്കാർ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. അതിലൊക്കെ നമുക്ക് അവരോട് വലിയ കടപ്പാടുണ്ട്. നമ്മൾ ആ ജീവനക്കാരെ KSEBയിൽ രാപ്പകലില്ലാതെ പണിയെടുക്കുന്ന എല്ലാ ജീവനക്കാരെയും ABC അഭിവാദ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഒരു പൊതുമേഖലാ സ്ഥാപനം പ്രവർത്തിക്കേണ്ട രീതിയിലല്ലാതെ കെടുകാര്യസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞേ പറ്റുള്ളൂ. ജനങ്ങളുടെ പക്ഷത്ത് നിന്നാണ്. അപ്പോൾ ഇവിടെ അന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യം, ഈ പറഞ്ഞ 10ാം ക്ലാസ് ജയിക്കാത്ത ആളുകൾക്ക് 1.5 ലക്ഷം ശമ്പളമുണ്ടോ എന്നൊരു ചോദ്യം നമ്മൾ പറഞ്ഞത്. അതിന് KSEB മറുപടി പറഞ്ഞില്ല. അവരുടെ വിശദീകരണ കുറിപ്പിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് സംബന്ധിച്ച് എനിക്കൊരു ഡോക്യുമെൻ്റ് കിട്ടിയിട്ടുണ്ട്. ഈ ഡോക്യുമെൻ്റ് ഞാൻ വെരിഫൈ ചെയ്തിട്ടില്ല. കാരണം ഇത് തെറ്റാണെന്ന് KSEB പറഞ്ഞാൽ നമ്മൾ അത് തിരുത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്യും. അത് ഒരു മാധ്യമത്തിൻ്റെ ധർമ്മം എന്നതിൽ അതിന് നമ്മൾ തയ്യാറാണെന്ന് ആദ്യമേ പറയുന്നു.
ചോദ്യം KSEBയുടെ തന്നെ വിവരാവകാശ മറുപടിയിലെ ചില ചോദ്യങ്ങളും ഉത്തരവുമാണ് ഞാൻ വായിക്കുന്നത്. ഇത് തെറ്റാണെങ്കിൽ നമ്മൾ തിരുത്താൻ തയ്യാറാണ്, തിരുത്തി നമ്മൾ വീഡിയോ ചെയ്യും. SSLC ജയിക്കാത്ത എത്ര ഓവർസിയർമാർ സബ് എഞ്ചിനീയർ ഗ്രേഡ് ശമ്പളം വാങ്ങുന്നുണ്ട്? അതായത് SSLC പാസ്സാവാത്ത ഓവർസിയർമാരാണ്, അവർ വാങ്ങുന്ന ശമ്പളം സബ് എഞ്ചിനീയർമാരുടെയാണ്. സബ് എഞ്ചിനീയർ ആകാൻ പറ്റാത്തതുകൊണ്ട് അതേ സബ് എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി വേണം, അതില്ല. പക്ഷേ ഇത് കഷ്ടപ്പെട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച് വന്ന ആളുകളുടെ ശമ്പളം 10ാം ക്ലാസ് പാസ്സാത്തവർക്ക് കിട്ടുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ടെങ്കിൽ അവരുടെ ശമ്പളം എത്രയാണ്? ഉത്തരം 451 പേരുണ്ട്. 451 അവരുടെ ഉയർന്ന ശമ്പളം 1,33,695. കേരളത്തിൽ ഏത് സ്ഥാപനത്തിൽ 10ാം ക്ലാസ് പാസ്സാവാതെ ലാസ്റ്റ് ഗ്രേഡായി നിയമനം കിട്ടിയ ഒരാൾക്ക് പ്രൊമോഷൻ കിട്ടി ആ സ്ഥാപനത്തിലെ ഏറ്റവും ഉയർന്ന ഗസറ്റഡ് റാങ്കിലിരിക്കുന്ന ആളേക്കാൾ ശമ്പളം വേറെ ഏത് സ്ഥാപനത്തിൽ കിട്ടുന്നുണ്ട്? ഒരു സ്ഥാപനത്തിൽ കിട്ടില്ല. അടുത്ത ചോദ്യം, SSLC ജയിക്കാതെ സബ് എഞ്ചിനീയറിലും ഉയർന്ന ഗ്രേഡിൽ ശമ്പളം വാങ്ങുന്നവരുണ്ടോ? നേരത്തെ സബ് എഞ്ചിനീയർ ഗ്രേഡിലാണ്. അതെ. SSLC പാസ്സാവാതെ കഷ്ടപ്പെട്ട് എൻട്രൻസ് പരീക്ഷ എഴുതി കുത്തിയിരുന്ന് പഠിച്ച് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടി, പിന്നീട് വീണ്ടും PSC പരീക്ഷ എഴുതി KSEBയിൽ ജോലി കിട്ടിയ സബ് എഞ്ചിനീയറെക്കാളും ഉയർന്ന ശമ്പളം വാങ്ങുന്ന ജീവനക്കാർ KSEBയിലുണ്ടോ? ഉണ്ടെങ്കിൽ എത്ര? അവർക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ശമ്പളം എത്ര? ഉത്തരം ഉണ്ട്, 34 പേർ. ഉയർന്ന ശമ്പളം 1,43,860. ഇനി KSEB ചെയർമാൻ തന്നെ മുമ്പൊരിക്കൽ പറഞ്ഞ കണക്കൂടെ ഞാൻ പറയാം. KSEBയുടെ വരുമാനം 150 കോടി രൂപയാണ്. ചെലവ് 1,950 കോടി രൂപ. മനസ്സിലായോ? 150 കോടി രൂപയാണ് വരുമാനം, ചിലവ് 1,950 കോടി രൂപ. എങ്ങനെ KSEB നടത്തിക്കൊണ്ടുപോകും? അപ്പോൾ KSEB നഷ്ടമാണെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണവും കൂടി ഇതായിരിക്കില്ലേ? അല്ല, അത് ഇത്രയും പേരല്ലേ ഉള്ളൂ. ഇത് ഞാൻ പറയുന്നത് ഇത് ഒരു വിഭാഗം മധ്യത്തിൻ്റെ ശമ്പളം മാത്രമാണ്. പണിയെടുക്കുന്ന ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം, നല്ല ജീവിക്കാനുള്ള ശമ്പളം കൊടുക്കണം, ഒക്കെ ശരിയാണ്. പക്ഷേ KSEBയിൽ ഈ റിസ്ക് ഫാക്ടറുണ്ട്. നേരത്തെ പറഞ്ഞ രാപ്പകലില്ലാതെ മരണത്തെ മുന്നിൽ കണ്ട് ജോലി ചെയ്യുന്ന ആളുകൾ ഇഷ്ടംപോലെ KSEBയിലുണ്ട്. എന്നുവച്ച് അവർക്ക് മറ്റ് പൊതുമേഖലാ സർക്കാർ സ്ഥാപനങ്ങളിൽ ഉള്ളതിനേക്കാളും വലിയ ശമ്പളം കൊടുക്കുന്നതിന് എന്താണ് ന്യായീകരണം എന്ന ചോദ്യം അവിടെ ഉണ്ട്. അത് പക്ഷേ ഞാൻ അത് റൈസ് ചെയ്യുന്നില്ല. ഞാൻ ചോദിക്കുന്നത് 150 കോടി രൂപ വരുമാനവും 1,950 കോടി രൂപ ചിലവും, അല്ലെങ്കിൽ നഷ്ടം അല്ലേ, നഷ്ടമല്ലേ ഞാൻ പറഞ്ഞത്, ചിലവുള്ള ഒരു സ്ഥാപനം എങ്ങനെ അനാദികാലം നടത്തിക്കൊണ്ടു പോകാൻ പറ്റും? അപ്പോൾ നിശ്ചയമായും കൺസ്യൂമറുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ KSEB റേറ്റ് വർദ്ധിപ്പിക്കുന്നത്, വൈദ്യുതി ചാർജ് കൂട്ടുന്നത് എന്തിനാണ്? അതിൻ്റെ നഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എത്രയാണ്? യൂണിറ്റിന് 16 പൈസ കൂട്ടുന്നു ഈ ഡിസംബർ 5-ാം തീയതി മുതൽ. 2025-26 എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം. ഈ വർഷം നോക്കൂ, ഡിസംബർ 5 വെച്ച് 16 പൈസ കൂട്ടുന്നു. 2025-26 വർഷം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത ജനുവരി കഴിഞ്ഞാൽ ഉടനെ ആരംഭിക്കാൻ പോവുക. ഏപ്രിൽ വെച്ച് കൂട്ടുന്നെങ്കിൽ 3 മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ജനുവരി വെച്ചാണെങ്കിൽ അടുത്ത ആഴ്ച 12 പൈസ കൂട്ടും. ഒന്നുകിൽ സാമ്പത്തിക വർഷം അല്ലെങ്കിൽ കലണ്ടർ വർഷത്തിൻ്റെ ആദ്യം. സാമ്പത്തിക വർഷം, കാരണം മാർച്ച് സാമ്പത്തിക വർഷം, ശരി, സാമ്പത്തിക വർഷം ആയിക്കോട്ടെ. അപ്പോൾ ഫലത്തിൽ 4 മാസത്തിനുള്ളിൽ KSEB കൂട്ടാൻ പോകുന്ന യൂണിറ്റിന്, അതായത് 16ഉം 12ഉം 28 പൈസ KSEB 4 മാസം കൊണ്ട് 4 മാസത്തിനുള്ളിൽ കൂട്ടാൻ പോകണം. അല്ലെങ്കിൽ 4 മാസം ഒന്നും ചിലപ്പോൾ അടുത്ത സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനമാണെങ്കിലും എന്നാലും 2 വർഷത്തിനുള്ളിൽ 28 പൈസ കൂടും. 28 പൈസ എന്ന് കൂട്ടരുത്, താരിഫ് കൂടിക്കൊണ്ടിരിക്കും. കാരണം റേറ്റ് ഈ 28 പൈസ കൂടത്തില്ല, പക്ഷേ യൂണിറ്റ് കൂടും, യൂണിറ്റിൻ്റെ റേറ്റ് കൂട്ടും അല്ലേ? അതനുസരിച്ച് ഏപ്രിൽ മെയ് വരുമ്പോഴത്തേക്ക് ഉപഭോഗം കൂടും. അനുസരിച്ച് പിന്നെ മാത്രമല്ല ഇത്ര യൂണിറ്റ് വരെ ഒരു സ്ലാബ്, അടുത്ത യൂണിറ്റ് വരെ മറ്റൊരു സ്ലാബ്, അങ്ങനെയാണല്ലോ. അത് നമ്മളൊരു ഇഡലി കണക്ക് മുടച്ച് പറഞ്ഞതിന് KSEBക്ക് വല്ലാതെ തോന്നും. പറഞ്ഞ് കറക്റ്റല്ലേ? ഞാൻ ചോദിക്കുന്ന ഒരു കടയിൽ പോയി നമ്മൾ അന്ന് പറഞ്ഞ ഇതാണ്, 2 ഇഡലി മേടിക്കുന്നു, അതിന് 30 രൂപ. 3ാമത്തെ ഇഡലി മേടിക്കുമ്പോൾ അതിനും 15 രൂപയാണ് കൂട്ടേണ്ടത്. പക്ഷേ 3നും കൂടെ കൂട്ടിയാൽ എന്ത് ചെയ്യും? പ്രശ്നമാണ്. അപ്പോൾ 15 രണ്ടാമത്തെ ഇഡലിക്ക് ആദ്യത്തെ 2 ഇഡലിക്ക് 15 രൂപ, 30 രൂപ. 3ാമത് ഇഡലി മേടിച്ചാൽ 20 രൂപ തരേണ്ടത് ഇത് പറയുന്നു. അപ്പോൾ 3ാമത്തെ ഇഡലിക്ക് 20 + 15 30 + 50 രൂപ ആവുള്ളൂ. പക്ഷേ KSEBയുടെ ഇപ്പോഴത്തെ താരിഫ് പ്രകാരം
അത് 60 രൂപയാണ്. 60 രൂപയാവുക. ആദ്യത്തെ നേരത്തെ വാങ്ങിച്ച 2 രൂപ കൂട്ടും എന്ന തരത്തിലാണ് ഇപ്പോഴത്തെ താരീഫ് പോകുന്നതെന്ന് ആക്ഷേപം, സ്ലാബ് പോകുന്ന ആക്ഷേപം പരമാവധി എല്ലാ ജനങ്ങൾക്കും ഉണ്ട്. ഈ ജനങ്ങളുടെ വികാരമല്ലേ നമ്മൾ. അപ്പോൾ അവർ ടെലിസ്കോപ്പിക് താരീഫ് എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക, ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, ജനങ്ങൾക്കും മനസ്സിലാവുന്നില്ല. ആളുകളുടെ കീശയിലെ കാശ് പോകുന്നതിനെ കുറിച്ച് ആളുകൾക്ക് ഖേദമുള്ളൂ. അപ്പോൾ ഇതിനകത്തൊക്കെ ഇപ്പോൾ KSEB ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ആ വീഡിയോ വന്നതിന് ശേഷം KSEBക്ക് വല്ലാതെ നോവാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തത്. കാരണം അതുകൊണ്ട് KSEB ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇന്നിപ്പോൾ ഇന്നത്തെ വാർത്തയിൽ ഞാൻ കണ്ടത്, ആളുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്രതിമാസം ബില്ലെടുക്കാം, അതിനുള്ള സംവിധാനം ചെയ്യാമെന്ന് പറഞ്ഞു. അത് ഈ പൊതുസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ജനങ്ങൾ അവിടെ ചെന്ന് ആവശ്യപ്പെട്ടു. അല്ല, നമ്മുടെ വീഡിയോയ്ക്ക് ശേഷം KSEBയുടെ റെഗുലേറ്ററി കമ്മീഷന്റെ മീറ്റിംഗ് കൂടിയെടുത്തൊക്കെ വലിയ ജനപ്രവാഹമായിരുന്നു. ആളുകളെ വല്ലാതെ ബോധവൽക്കരിക്കാൻ, പ്രഷർ ചെലുത്താൻ നമ്മുടെ വീഡിയോ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ KSEB ചെയ്യുകയാണ്. വലിയ സന്തോഷമുണ്ട്. KSEBയുടെ ചെയർമാനും KSEBയുടെ ബോർഡിനും നമ്മുടെ അഭിവാദ്യങ്ങൾ. കാരണം നമ്മളന്ന് പറഞ്ഞു മാസം തോറും ബില്ലെടുക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ മാസം തോറും വേണമെങ്കിൽ ബില്ല് എടുക്കാം തരാണെന്ന് KSEB പറയുന്നു. പിന്നെ ആർക്കും മനസ്സിലാവാത്ത ഇംഗ്ലീഷ് വായിച്ചാൽ ഇതൊന്നും മനസ്സിലാവത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പം മലയാളത്തിൽ ബില്ല് കൊടുക്കാൻ KSEB തീരുമാനിച്ചു. അന്നത്തെ ഇതിനകത്ത് നമുക്കൊരു പെശക് പറ്റിയായിരുന്നു കേട്ടോ, അതുകൂടെ പറയണമല്ലോ. അത് പിടിച്ചിട്ടാണ് KSEB അങ്ങ് അഴിഞ്ഞാടിയത്, നമ്മളെ ആക്രമിച്ചത്. നമ്മൾ പറഞ്ഞു സെക്യൂരിറ്റി അല്ല, ഫിക്സഡ് അല്ല, വാക്ക് ഞാൻ മറന്നുപോയി, അഡ്വാൻസും അല്ല, ഒരു വാക്ക്. അത് നമ്മൾ പറഞ്ഞു ഇത്രയും പൈസ ഇത് ഇങ്ങനെ കാണിച്ചിരിക്കുന്നു. അപ്പോൾ KSEB പറഞ്ഞു അത് പലിശയാണ്, നിങ്ങളുടെ ഡെപ്പോസിറ്റിൻ്റെ പലിശയാണ്. നമുക്ക് മനസ്സിലായില്ല, ഇൻട്രസ്റ്റ് എന്നല്ല കാണിച്ചിരുന്നത്, വേറെന്തോ എന്തോ ഒരു വാക്ക് ഉപയോഗിച്ചപ്പോൾ വിട്ടുപോയി, നോക്കിയാലറിയാം. അതുകൊണ്ട് അത് നമ്മൾ സ്വാഭാവികമായി തെറ്റിദ്ധരിച്ചു. അപ്പോഴാണ് KSEB പറഞ്ഞു, കണ്ടില്ലേ ഇവന്മാർ കള്ളത്തരം പറയുകയാണ്, അത് അങ്ങോട്ട് മേടിക്കുന്നതല്ല ഇങ്ങോട്ട് നമുക്ക് തരുന്നതാണെന്ന് പറഞ്ഞു. ശരിയാണ്, നമുക്ക് മനസ്സിലായില്ലേ സാർ, അത് ഇൻട്രസ്റ്റ് ഈ ഡെപ്പോസിറ്റിൻ്റെ ഇതാണെങ്കിൽ നമുക്ക് തരുന്ന പൈസയാണെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് തന്നെ കാണിക്കണ്ടേ, അത് കാണിച്ചിരുന്നില്ല. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് KSEB ഇപ്പോൾ മലയാളത്തിലാക്കാൻ പോവുക. വലിയ സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ ഇതവിടെ നിൽക്കട്ടെ, ഞാനിപ്പോൾ പറയാൻ വന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എത്രയാണെന്നറിയാമോ? 131 എണ്ണമുണ്ടോ. അതിൽ 77 എണ്ണവും നഷ്ടത്തിലാണ്. ഇപ്പോൾ ഓഡിറ്റ് കണക്കനുസരിച്ച് 2022-23 ഓഡിറ്റ് അനുസരിച്ച് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന നഷ്ടം എത്രയാണെന്നറിയാമോ? 18,026 കോടി രൂപയാണ്. അപ്പോൾ എന്തിനാണ് ഈ നഷ്ടം ചുമത്തി ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊരു വലിയ പ്രശ്നമാണ്. നമ്മൾ ചെയ്തപ്പോഴത്തേക്കും അന്ന് ആ വീഡിയോ ചെയ്തപ്പോഴേക്കും ഇവർ പറഞ്ഞു KSEBയെ തകർക്കുകയാണ് ലക്ഷ്യം, KSEBയെ തകർക്കുകയാണ് ലക്ഷ്യം, KSEBക്കാണ് കുത്തക, സ്വകാര്യ കമ്പനികളെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. കാരണം ഈ KSEBയിലെ ജീവനക്കാരും കുത്തക മുതലാളിത്തം തകരട്ടെ എന്ന് പറയുന്നില്ലേ. കുത്തക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംരംഭം ചെയ്യാൻ ഒരാൾ മാത്രമുള്ളതിനാണ് കുത്തക എന്ന് പറഞ്ഞത്. അപ്പോൾ KSEB എന്താ? കുത്തക കമ്പനിയല്ലേ? KSEB കുത്തക കമ്പനിയാണ്. അപ്പോൾ കുത്തക തൊലയട്ടെ എന്ന് ഇവർ പറഞ്ഞ് അക്ഷരാർത്ഥത്തിൽ KSEB മുടിച്ചുകൊണ്ടിരിക്കുക. കുത്തകകൾ തകരട്ടെ എന്ന് KSEBയിലെ സഖാക്കന്മാർ മുദ്രാവാക്യം വിളിക്കുമ്പോൾ അത് ആർക്ക് ബാധകമാണ്? KSEBക്കും അത്. അപ്പോൾ അവർ ആഗ്രഹിക്കുന്ന മുദ്രാവാക്യം പോലെ KSEB തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുത്തക എന്ന് പറയുമ്പോൾ പക്ഷേ നമ്മുടെ നാട്ടിൽ കുത്തക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അംബാനി, റിലയൻസ്, മഹീന്ദ്ര, അദാനി, യൂസഫലി കുത്തകയല്ല, അദ്ദേഹം വ്യവസായ പ്രമുഖനാണ്. അപ്പോൾ ബിർള, ഇവരൊക്കെയാണ് കുത്തക. അവർ മാത്രമല്ല സാർ, ഒരു വ്യവസായം അവർ മാത്രം നടത്തുന്നുണ്ടെങ്കിൽ അവരെല്ലാം കുത്തകയാണ്. KSEB കുത്തകയാണ്, KSRTC കുത്തകയാണ്. അല്ല, പ്രൈവറ്റ് ബസ്സില്ലേ? ഉണ്ടല്ലോ, പക്ഷേ നാഷണലൈസ്ഡ് റൂട്ടിലുണ്ടോ? ഇല്ല. അപ്പോൾ KSRTC കുത്തകയാണ്. അപ്പോൾ കുത്തക വരില്ല, പറ്റില്ല എന്ന് പറയും. കുത്തകകൾ തകരണമെന്ന് പറയുന്നു. ഇനി മറ്റൊന്ന് നോക്കൂ, BSNL കുത്തക മാത്രമാണ്, സ്വകാര്യം പാടില്ല. നോക്കൂ, സ്വകാര്യ മേഖലയിൽ ടെലികോം കമ്പനികൾ വന്നു, ഇൻ്റർനെറ്റ് രംഗത്തേക്ക് വന്നു. നമ്മളൊക്കെ 1 GB-ക്ക് 256 രൂപ കൊടുത്ത് വാങ്ങിച്ചിരുന്നില്ല, ഒറ്റ GB. ഇപ്പോൾ ജിയോ, അംബാനി വന്നപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മൾ ഒരു 199 250 ഇപ്പോൾ 300 രൂപയായിരിക്കും. 300 രൂപ കൊടുത്താൽ നമുക്ക് 5G അൺലിമിറ്റഡ് അല്ലേ? പ്ലസ് സംസാരിക്കാനും മെസ്സേജിനും കാശ് വേണ്ട. മാറിയോ? അപ്പോൾ 256 രൂപ വെച്ച് ഇവിടുത്തെ മൊബൈൽ കമ്പനികൾ 1 GB-ക്ക് എത്ര കാലം നമ്മുടെ ഇത് വാങ്ങി? അപ്പോൾ മത്സരം വന്നപ്പോൾ ക്വാളിറ്റി സർവീസ് കിട്ടി, കോമ്പറ്റിറ്റീവ് റേറ്റ് വന്നു അല്ലേ? ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടു. അപ്പോൾ പണ്ടത്തെ കാഴ്ചപ്പാടാണ് സ്വകാര്യ മേഖലയിൽ വന്നാൽ അവൻ മൊത്തം നിയന്ത്രണം അവൻ്റെ കയ്യിലാക്കും, എന്നിട്ടവൻ തീരുമാനിക്കുന്ന റേറ്റ് കൊടുക്കേണ്ടി വരും എന്ന് അദാനിയുടെ, അംബാനിയുടെ ജിയോ എടുത്ത് കയ്യിൽ വെച്ചിട്ട് കുത്തകയ്ക്കെതിരെ പോസ്റ്റ് എടുത്ത സാധനങ്ങളുണ്ട്. FB-യിൽ ഉപയോഗിക്കുന്നത് ജിയോയാണ്. അപ്പോൾ എന്താ പറ്റിയത്? ശരിയാണ്, ഒറ്റ കമ്പനി കുത്തക വന്നാൽ ഈ പറഞ്ഞ അവൻ തീരുമാനിക്കും. ഇവിടെ അങ്ങനെയല്ലോ, മത്സരമല്ലേ. എയർടെല്ലും
ജിയോയും വിയും എല്ലാം കൂടെ മത്സരിക്കുന്നു. അപ്പോൾ എന്ത് പറ്റി? കൂടുതൽ ബെറ്റർ സർവീസ് കിട്ടി, കൂടുതൽ നെറ്റ്വർക്ക് കിട്ടി, 5G കിട്ടി, 6Gയെ കുറിച്ച് ആലോചിക്കുന്നു. പുതിയ പുതിയ സംവിധാനങ്ങൾ വന്നു, മത്സരിച്ചു. അപ്പോൾ റേറ്റ് കുറയുകയാണ് ചെയ്തത് അല്ലേ? ഇപ്പോൾ നമുക്ക് അൺലിമിറ്റഡ് ഇൻ്റർനെറ്റ് കിട്ടുന്നില്ലേ? നേരത്തെ 1 GB 256 രൂപ കൊടുക്കരുത്. ഇപ്പോൾ അത്രയും 2 GB പെർ ഡേ ജിയോ തരുന്നുണ്ട് ചാർജ് ചെയ്താൽ. 1.5 GB 2 GB കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം 256 രൂപയുടെ സർവീസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പഴയ റേറ്റ് വെച്ച്. അപ്പോൾ ഇങ്ങനെ കുത്തക വന്നപ്പോഴത്തേക്ക്, കുത്തക പൊളിഞ്ഞപ്പോൾ, സ്വകാര്യ മേഖല വന്നപ്പോൾ ജനങ്ങൾക്ക് ഗുണം ഉണ്ടായിട്ടുള്ളത് നമ്മൾ സ്വകാര്യ മേഖലയുടെ വക്താക്കൾ തന്നെയാണ്. കാരണം ഇപ്പോൾ കേന്ദ്ര നിയമം വന്നിട്ടുണ്ട്. കേന്ദ്ര നിയമപ്രകാരം വ്യക്തികൾക്ക് സ്വകാര്യ കമ്പനികളിൽ നിന്ന് കറണ്ട് വാങ്ങാം. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരുപാട് വ്യവസായശാലകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് KSEBിയുടെ കറണ്ട് കൊണ്ടല്ല. എനിക്കൊന്ന് ലുലു മാൾ പോലും പ്രൈവറ്റ് മേഖലയിൽ നിന്ന് കറണ്ട് മേടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മൂന്നാറിൽ ചെന്നാൽ മൂന്നാറിൽ വൈദ്യുതി വിതരണം ആർക്കാ? ടാറ്റയ്ക്കാണ്. കേരളത്തിലുണ്ട് സ്വകാര്യ മേഖല. ഇപ്പോൾ കേരളത്തിൽ റിലയൻസ് ഇവിടെ പാതാളത്ത് എറണാകുളത്ത് റിലയൻസിന് പവർ പ്ലാന്റ് ഉണ്ട്, സ്റ്റേഷനുണ്ട്. അതിൻ്റെ കറണ്ട് KSEB വാങ്ങുവാണ്. അതിൽ നിന്ന് നേരിട്ട് റിലയൻസിന് കറണ്ട് കൊടുക്കാൻ സംവിധാനം വന്നാലോ കൂടുതൽ നല്ല സർവീസ് കിട്ടും. ഇപ്പോൾ എറണാകുളം സിറ്റിയിൽ, ഇപ്പോൾ ബാക്കി മെട്രോ സിറ്റികളുടെ സ്ഥിതി ഇതായിരിക്കും. കറണ്ട് പോയാൽ നമ്മൾ വിളിച്ച് പറഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ KSEBിലെ ജീവനക്കാർ വന്ന് പരമാവധി അരമണിക്കൂറിനുള്ളിൽ ശരിയാക്കി തരും. പക്ഷേ നാട്ടുമ്പുറത്തോ അത് സംഭവിക്കില്ല. കാരണം അത്രയും വാസ്റ്റായ ഏരിയയാണ്. KSEBിക്ക് അതിനുള്ള മാൻ പവർ ഇല്ല. ശരിയാണ്. പക്ഷേ സ്വകാര്യ മേഖല വന്നാലോ പെട്ടെന്ന് ചെയ്യും. അവരെന്ത് ചെയ്യും? നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. അവരെന്ത് ചെയ്യും? കോൺട്രാക്ടർമാരെ കൊടുക്കും, എല്ലായിടത്തും സബ് കൊടുക്കും, എല്ലാം ചെയ്യും. KSEBിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ കേന്ദ്ര നിയമപ്രകാരം സ്വകാര്യ വൈദ്യുതി വാങ്ങാം, വ്യക്തികൾക്കും സ്വകാര്യ വൈദ്യുതി വാങ്ങാം. പക്ഷേ നമ്മൾ ഇവിടുന്ന് റിലയൻസിൻ്റെ കറണ്ട് വേണം എന്ന് തീരുമാനിക്കുകയും റിലയൻസ് എറണാകുളത്തെങ്കിലും അത് കൊടുക്കാൻ വേണ്ടി ലൈൻ വലിക്കുകയും ചെയ്താൽ ഇവിടെ സമരം ചെയ്ത് പൂട്ടിക്കും. അപ്പോൾ എന്താ പ്രശ്നം? ഈ മത്സരം വന്നാൽ, പ്രൈവറ്റ് വ്യക്തികളോട് വന്നാൽ, ഏതു മേഖലയിലും വന്നാൽ സർക്കാർ കമ്പനികളും അവരോട് മത്സരിക്കേണ്ടി വരും. മത്സരിക്കുമ്പോൾ കൂടുതൽ പണിയെടുക്കേണ്ടി വരും, ബെസ്റ്റ് സർവീസ് കൊടുക്കേണ്ടി വരും. കൊടി പിടിക്കാൻ പറ്റില്ല. ഇതാണ് പ്രശ്നം. അപ്പോൾ ഇതാണ് കുത്തകയാണ് പ്രശ്നം. KSEBിയുടെ പ്രശ്നം KSEBിയുടെ കുത്തകയാണ്. KSRTCയുടെ പ്രശ്നവും KSRTCയുടെ കുത്തകയാണ്. KSEBയെ നിങ്ങൾ ബോർഡ് മാറ്റിയിട്ട് കമ്പനികളാക്കുക, 3 കമ്പനിയാക്കുക, സർക്കാരിൻ്റെ കമ്പനികളാക്കുക, പ്രൈവറ്റൈസ് ചെയ്യട്ട. എന്നിട്ട് 3 കമ്പനികളും മത്സരിക്കട്ടെ. ഒന്നാന്തരം റിസൾട്ട് ഉണ്ടാവും. ജീവനക്കാരന് കൂടുതൽ ശമ്പളം കൊടുക്കും. ഇപ്പോൾ അതിനൊക്കെ കൂടുതൽ ശമ്പളം കൂട്ടി കൊടുക്കാതെ കൂടുതൽ വരുമാനം ഉണ്ടായി ശമ്പളം കൊടുക്കാമല്ലോ. നഷ്ടത്തിലാവുന്ന 150 കോടി വരുമാനവും 1950 കോടി ചിലവുള്ള സ്ഥാപനം എങ്ങനെ വർഷം തോറും ശമ്പളം കൂട്ടി കൊടുക്കാൻ പറ്റും? അവിടെയാണ് പ്രശ്നം. KSEB ജീവനക്കാർക്ക് ശമ്പളം കൂടുതൽ കൊടുക്കുന്നത് മറ്റു ജീവനക്കാർക്കില്ലാതെ ശമ്പളം കൊടുക്കുന്നതിനകത്ത് ഒരു അധാർമികത ഉണ്ടെങ്കിൽ പോലും അത് ഓക്കെ, അവർക്ക് കൊടുത്തോളൂ. പക്ഷേ എങ്ങനെ പറ്റും? നിരന്തരം നഷ്ടത്തിൽ പോയി കൊടുക്കുന്ന സ്ഥാപനത്തിന് എങ്ങനെ കൊടുക്കാൻ പറ്റും? ഇതൊരു ചോദ്യമല്ലേ? ഈ ചോദ്യം ജീവനക്കാരനും ചോദിക്കണം, പൊതുസമൂഹവും ചോദിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്കാകെ ഒറ്റ മാർഗ്ഗമുള്ളൂ. എന്താണ്? ഉപഭോക്താവിൻ്റെ പോക്കറ്റ് അടിക്കുക. അപ്പോൾ നഷ്ടം നികത്താൻ വേണ്ടി വീണ്ടും ജനങ്ങളുടെ പൈസ ആണല്ലോ. നഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണ് KSEB ഈ പൈസ കൂടുന്നത്. ഇന്നുവരെ പുതിയ ടെക്നോളജി കൊണ്ടുവരാൻ, പുതിയ സാങ്കേതിക സംവിധാനങ്ങൾ KSEBിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ട് 1 പൈസ കൂട്ടിയിട്ടുണ്ടോ? ഇല്ല. നിലവിലെ നഷ്ടം നികത്തുക മാത്രമേ ചെയ്തു. നിലവിലെ നഷ്ടത്തെ ആധുനികവൽക്കരിക്കാൻ KSEBിക്ക് 1 ലക്ഷം കോടിയുടെ, ഞാൻ വലിയ തുകയാണ് പറഞ്ഞത്, 1 ലക്ഷം കോടിയുടെ ഒരു സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കണം. അതിനുവേണ്ടി എല്ലാ ജീവനക്കാരുടെയും നിന്നും എല്ലാ ഉപഭോക്താവിൻ്റെ നിന്നും നിങ്ങൾ 10 പൈസയില്ല, 1 രൂപ കൂട്ടുക, 1 വർഷം കൂട്ടുക. ഉപഭോക്താവ് പൂർണ്ണ മനസ്സോടെ തരും. അപ്പോൾ എത്ര പൈസയായിരിക്കും? അത്രയും നിങ്ങൾ പുതിയ സോളാർ എനർജി ഉപയോഗിച്ച് നിങ്ങൾ പവർ ജനറേറ്റ് ചെയ്താൽ ഞങ്ങൾക്ക് അത്രയും കുറഞ്ഞ പൈസയ്ക്ക് തരാൻ പറ്റുമല്ലോ. അതെ, ജനങ്ങൾക്ക് സന്തോഷമാവും. അപ്പോൾ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു കാര്യത്തിലും KSEB ഇന്ന് വരെ നിരക്ക് കൂട്ടുന്നില്ല. നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് മാത്രമാണ്. നഷ്ടം നികത്താൻ അല്ലയോ KSEBിയുടെ പ്രമാണിമാരായ അധികാരികളെ നിങ്ങൾ വിത്തെടുത്ത് കുത്തുകയാണ്. ജനത്തിന് വേറെ ഓപ്ഷൻ ഇല്ല എന്നതുകൊണ്ട് നിങ്ങൾ അവരെ ഇങ്ങനെ പിഴിയരുത്. KSEB അധികൃതർ, KSEB ബോർഡ്, KSEB ചെയർമാൻ ബിജു പ്രഭാകരല്ലേ ഇപ്പോൾ KSEB ചെയർമാൻ, അദ്ദേഹം വളരെ ദക്ഷിണാശാലിയായ ഒരു IAS ഓഫീസറാണ്. അത് വലിയ ഐഡിയ ഒക്കെ ഉണ്ട്. പക്ഷേ ആ ഐഡിയ അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ അങ്ങനെ വർക്ക് ചെയ്ത് കാണുന്നില്ല. എന്തുകൊണ്ട് വൈവിധ്യവൽക്കരണത്തെക്കുറിച്ച് KSEB ആലോചിക്കുന്നത്? പക്ഷേ ഒരു വിഭാഗം ആൾക്കാർ അതിനെ തുരങ്കം വെക്കില്ലേ? എല്ലാ കാലത്തും ട്രേഡുമായി അതുണ്ടാവും. പക്ഷേ ബിജു പ്രഭാകരൻ ഒരു എഫിഷ്യൻ്റ് ആയിട്ടെന്ന് തെളിയിച്ചിട്ടുള്ള ഓഫീസറാണ്. അദ്ദേഹം ഇച്ഛാശക്തിയോടെ തീരുമാനിച്ചാൽ നടക്കും. KSEB വൈവിധ്യവൽക്കരണമാണ്. മറ്റ് സമാന്തര എനർജികളെ ടാപ്പ് ചെയ്യാനുള്ള സംവിധാനമാണ്. കാറ്റിൽ നിന്ന് വൈദ്യുതി എവിടെ എത്തി? തിരമാലകളിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കാനുള്ള പദ്ധതികൾക്കുണ്ട്. അത് വയബിളാണെന്ന് തോന്നുന്നില്ല, എനിക്കറിയില്ല. പക്ഷേ കാറ്റിൽ നിന്നുണ്ടാക്കാമല്ലോ. ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളം പ്രവർത്തിക്കുന്നത് ഫുള്ളി
ലോകത്തിൽ തന്നെ പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന എയർപോർട്ടാണ്. നമുക്കിപ്പോൾ ട്രെയിനകത്തൊക്കെ പോയി കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അത് എനിക്കൊന്ന് KSEBിയുടെ ആസ്ഥാനം പോലും പൂർണ്ണമായും വൈദ്യുതിയിലാണ് പ്രവർത്തിക്കുന്നത്. സോളാർ വെച്ചിട്ടില്ല. ഇല്ല. അപ്പോൾ KSEB ഇത്തരം സമാന്തരമായ പാരലായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി പുറത്തുനിന്ന് കറണ്ട് വലിയ തുകയ്ക്ക് വാങ്ങുന്നത് കൊണ്ടാണ് ചാർജ് കൂട്ടേണ്ടി വരുന്നതെന്ന് പറയുന്നു. അതിന് പകരം നമുക്ക് സോളാറിന് പാനൽ വെച്ചാൽ പോരെ? അതിനുവേണ്ടി നിങ്ങൾ ₹1 കൂട്ട് കേരളത്തിലെ ജനങ്ങൾ തരും. എന്നിട്ട് ഈ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റേറ്റ് ആ ₹1 വീതം എല്ലാ ഉപഭോക്താവും ഒരു 12 മാസം നിങ്ങൾ ₹1 വെച്ച് കൂടുതൽ മേടിക്കുക. എന്നിട്ട് നിങ്ങൾ അല്ലെങ്കിൽ 2 വർഷം മേടിക്കുക, അല്ലെങ്കിൽ 3 വർഷം 36 മാസം മേടിക്കുക. എന്നിട്ട് പറയുകയാണ് സോളാർ പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നത് ഒഴിവാക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് 36 മാസം ₹1 തിരിച്ചു തരാമെന്ന് പറയൂ. ഇതൊക്കെയല്ലേ ജനങ്ങളെ കൂടെ നിർത്താൻ ചെയ്യേണ്ടത്? അതുകൊണ്ട് KSEBിയുടെ ബഹുമാന്യനായ ചെയർമാൻ ബിജു പ്രഭാകർ ഇതൊക്കെ ഒന്ന് കേൾക്കണം. KSEB എന്നും അയ്യോ നഷ്ടമാണ്, ജീവിക്കാൻ നിവർത്തിയില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞ് ആളുകളുടെ കഴുത്തിന് പിടിക്കുന്ന ഒരു വെള്ളാനയായി മാറാതെ പ്രൊഡക്റ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു നല്ല ആനയായിട്ട് മാറും. KSEB ആനയായിട്ട് നിൽക്കാനാണ് നമുക്കിഷ്ടം. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ തീരുമാനിച്ചാൽ, ബിജു പ്രഭാകർ താങ്കൾ ഇത്തരം ചില തീരുമാനങ്ങൾ എടുത്താൽ അതൊരു ചരിത്രമാവും. അല്ലെങ്കിൽ ഒന്നുമില്ലാതെ പോവും. പഴയ ട്രാഫിക് സിനിമയെ പറയുന്നത് നിങ്ങളത് തീരുമാനിച്ചാൽ കേരളത്തിൻ്റെ വൈദ്യുതി മേഖലയുടെ ചരിത്രത്തിൽ അമുൽ കുര്യനില്ലേ എന്ന് പറയുന്നത് പോലെ ബിജു പ്രഭാകറിനെ എക്കാലത്തും ഓർമ്മിക്കും. ബിജു പ്രഭാകർ ഇത് ശ്രദ്ധിക്കണം. അദ്ദേഹത്തിൻ്റെ ചുമതല കഴിയുന്നതിന് മുമ്പ്, പീരീഡ് കഴിയും മുമ്പ് KSEBയെ വൈവിധ്യവൽക്കരിക്കാനും ജനങ്ങളെ ചൂഷണം ചെയ്യാതെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഇതിനെ എങ്ങനെ നന്നാക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് മുന്നോട്ട് വെക്കുക. കേരളം നിങ്ങളെ എന്നും ഓർക്കും. എന്നിട്ട് കുര്യനെ പറയുന്നത് പോലെ KSEB എന്ന് പറയുമ്പോൾ ബിജു പ്രഭാകറിനെ ഓർമ്മിക്കും. അതിന് അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.